എടാ നാളെയല്ലടാ. നാളെയാ? നാളെ നിന്റെ അമ്മായി വെറുവോ? റിസൾട്ട് 10ാം ക്ലാസ്സിൽ 10 പ്രാവശ്യം പൊട്ടിച്ച് നിർത്തിയല്ലേ നീ? പിന്നെ എഴുതിയ? എടാ ഇലക്ഷൻ റിസൾട്ട്. ഓ എലക്ഷൻ. ഞാനും ചെയ്താണല്ലോ 2 വോട്ട്. ആരാ ജയിക്കുക? അതാണിപ്പോ ടെൻഷൻ. എടാ UDF ജയിച്ചാൽ KSRTC യാത്ര ഫ്രീ ആണ്. എടാ പൊട്ട, അത് പെണ്ണുങ്ങൾക്കാ. എടാ മണ്ട, പെണ്ണുങ്ങളെ വേഷം കെട്ടിട്ട് പറത്തിയിട്ടങ്ങ് ഇറങ്ങിയാ പോരെ. ആരി പോക്കി നോക്കല്. നീ പറതിയോ സാരിയോ എങ്ങനെയാ ഇറങ്ങിക്കോ. നമ്മളെ പോലുള്ളവർക്ക് ഉപകാരമില്ല പല കാര്യങ്ങളുണ്ടോ? അതായത് ജോലിയില്ലാത്തവർക്ക് പെൻഷൻ, പാർപ്പിടം, ഭക്ഷണം, അങ്ങനത്തെ ഇല്ലല്ലേ? വാർദ്ധക്യ പെൻഷൻ 3000 ആക്കും. 3, 6, 4 അങ്ങോട്ട് നീ കണക്കൂട്ടുന്നതാ. ഒരച്ഛനമ്മയിലുള്ളൂ 6000. പിന്നെ എല്ലാവർക്കും 2 അച്ഛനും വേണ്ട. എടാ അച്ഛൻ്റെ ഒരു പെങ്ങളുണ്ട്, പാവം, ആരുമില്ല നോക്കാൻ വേണ്ടിട്ട്. ഞാൻ വീട്ടിൽ കൊണ്ട് നിർത്തിയാലോ? എന്നാ പിന്നെ അച്ഛനെയും അച്ഛന്റെ വല്യച്ഛനെ എല്ലാരെയും കൂട്ടിയിട്ട് നീ ഒരു വൃദ്ധസാധനങ്ങൾ തോന്നും. എല്ലാ ഇലക്ഷനും രാവിലെ ചായ വരെ കുടിക്കാണ്ട് പോയിട്ട് വോട്ട് ചെയ്യും. നമുക്കെന്ത്? നീ ഒരു വോട്ടല്ലട ചെയ്തിട്ടുള്ളൂ. ഏട്ടൻ നാട്ടിലാത്തോണ്ട് അവൻ്റെ വോട്ടും കൂടി ഞാനാ ചെയ്തത്. അപ്പം എൻ്റെ കാര്യം ഞാൻ ആലോചിച്ചൊക്കെ. ഇത്ര കൊല്ലം വോട്ട് ചെയ്ത സ്ഥിതിക്ക് നമുക്കെന്തെങ്കിലും കിട്ടുമായിരിക്കും അല്ലേ? എടാ ഇനി നീ ആർക്കടാ വോട്ട് ചെയ്ത്? അയ്യടാ, ഒരു പാർട്ടി അറിയാൻ വേണ്ടിട്ട് നാളേക്ക് പാക്കണം.